എല്ലാ കൂട്ടുകാർക്കും സോനു നികേഷ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. സുഖല്ലേ എല്ലാവർക്കും? ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കണു, സന്തോഷമായിട്ടിരിക്കണു, അടിപൊളിയായിട്ടിരിക്കണു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സോനു എന്താന്ന് പറഞ്ഞ് എല്ലാവരും തമ്പനയിൽ കണ്ടപ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും എന്താ വീഡിയോ എന്നുള്ളത്. എന്നാലും സോനു പറയട്ടെ. ഞങ്ങളുടെ 6ാമത്തെ ആനിവേഴ്സറിയാണ്, വെഡിങ് ആനിവേഴ്സറി ആണ് അല്ലേ? അതെ, ഞങ്ങളുടെ 6ാമത്തെ ആനിവേഴ്സറി ആണ്, വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾ വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷം തികഞ്ഞിരിക്കുന്നു. സങ്കടങ്ങളും സന്തോഷങ്ങളും അല്ലെ, കരച്ചിലും ചിരിയും എല്ലാം പങ്കിട്ട് തോളോട് തോൾ ചേർന്ന് 6 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇന്നാണ് 6 വർഷം തികഞ്ഞ ദിവസം, ജൂലൈ 5. അതെ, ജൂലൈ 5. അപ്പൊ ഞങ്ങൾ ആദ്യം തന്നെ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, നമ്മൾ വിശേഷ ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ട്. അത് ഓണത്തിനൊക്കെ നമ്മള് തൃക്കാക്കര പോവും. അല്ലാത്ത അവസരങ്ങളിലൊക്കെ നമ്മൾ വീടിന്റെ അടുത്തുള്ള, ഫ്ലാറ്റിന്റെ അടുത്തുള്ള പാട്ടുപുരയ്ക്കൽ ദേവി ക്ഷേത്രത്തിലാണ് വരാറ്. അപ്പൊ ഇപ്പൊ പാട്ടുപുരയ്ക്കലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് മേടിക്കാൻ പോവും, കേക്ക് കട്ടിങ്. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ഭൂരിഭാഗം ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്നുണ്ട്, ഒറ്റ ആൾക്കാരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം, എന്നാലേ മൊത്തം കാണാൻ പറ്റുള്ളൂ. മൊത്തം കണ്ടിട്ട് വേണം നിങ്ങൾ കമന്റ്സ് ഒക്കെ ഇടാൻ. പകുതി അവിടുന്ന് കണ്ടിട്ടൊന്നും കമന്റ്സ് ഇടരുത്. അപ്പൊ നമ്മൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം അല്ലേ സോനു? കാണാം. ഞങ്ങൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് എങ്ങോട്ടാണ്? ഇനി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അളകാപുരി റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ചെയ്യാറുണ്ട്, ഇപ്രാവശ്യവും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ചായ കുടിക്കാൻ ഞങ്ങളുടെ ഫേവറേറ്റ് അളകാപുരി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, അളകാപുരിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗീ റോസ്റ്റും സോനുവിന് മസാല ദോശ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. മസാല ദോശ നല്ല എല്ലാ ഫുഡും സൂപ്പറാണ് ഇവിടുത്തെ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻ്റ് ആണ്. അതെ, നമ്മൾ പരിചയപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് ഞാൻ പാട്ടാ വന്നിരുന്നത്. അവിടെ രണ്ടുപേരും ഇരിക്കുന്ന ഒരു സീറ്റ് ഉണ്ട് അവിടെ. ഒരു ദിവസം നൈറ്റ് 6 വർഷം മുമ്പ്. അതെ. അപ്പോൾ നമ്മൾ വണ്ടി കഴിച്ചിട്ട് നമ്മളിവിടുന്ന് പോകും. പോണ വഴിക്ക് കേക്ക് മേടിക്കണം. പോണ വഴിക്ക് കേക്ക് മേടിക്കണം. പിന്നെ ബാക്കിയൊക്കെ കാണാനോ. നിങ്ങൾ കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും, നല്ല രസം. അപ്പൊ ശരി, ഞങ്ങൾ കഴിക്കട്ടെ. ഫുഡ് ഓർഡർ ചെയ്തിട്ട് വന്നില്ല. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കഴിക്കാൻ നോക്കുകയാണ്. ജേഷേൻ്റെ ഇവിടെ നല്ല വിശപ്പ് കയറിയിരിക്കുകയാണ്. ഭക്ഷണം കണ്ട ഇവിടെ പിന്നെ ഒന്നും കാണിയല്ല. ഇപ്പൊ കഴിക്കട്ടെ. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി പോവല്ലേ നികേഷ് ചേട്ടാ? ഇനി ഞങ്ങൾ കേക്ക് മേടിക്കണോട്ടേക്ക് പോവാണ്. തുറന്നിട്ടുണ്ടായിരിക്കും. മൈ കേക്ക് അത് 9 മണിക്ക് തുറക്കാറുണ്ട്. അപ്പൊ ഇനി നമുക്ക് കേക്ക് കടയിൽ കാണാം. എല്ലായിടും ഹോം മെയ്ഡ് കേക്കിലാണ് വന്നേക്കണേ. സ്ഥിരമായിട്ട് ഞങ്ങൾ ബർത്ത്ഡേ കേക്ക് ഇവിടുന്ന് മേടിക്കണേ. ഫേവറേറ്റ് ആയിട്ടുള്ള സാന്റാ ബാർബറ കേക്കാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവരോട് എത്തല്ലേ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ആനിവേഴ്സറി എന്നല്ലേ. ഹാപ്പി ആനിവേഴ്സറി സോനു നികേഷ് എഴുതാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം ആവും അത് എഴുതി വരുമ്പോൾ. അതെ, അവരിപ്പോൾ തുറന്നിട്ടുള്ളൂ. അതെ, അപ്പം അതുവരെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കാൻ പോവാണ്.
സോനു ഇവിടെ ഇരുന്ന് കേക്ക് ഇരുന്ന് കഴിക്കുകയാണ്. ഇവിടെ വന്നപ്പോ സോനു ഇരുന്ന് കേക്ക് കഴിക്കുകയാണ്. ഇവിടെ വന്നപ്പോ സോനുവിന് കേക്ക് കഴിക്കാൻ കൊതിയായി. പുഡിങ് കഴിച്ചിറങ്ങുക. നമ്മൾ പേ ചെയ്ത് ഇറങ്ങുക. കഴിക്ക. ഇല്ല വേണ്ട എനിക്ക് വേണ്ട. അങ്ങനെ കേക്ക് കിട്ടി. ഇനി നമുക്ക് പോവാം അല്ലേ? ഇനി നമ്മൾ അവിടെ പോയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാണ്. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ കാണാം. ഒരാൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, എല്ലാം കാണണം. ഞങ്ങളുടെ ഫ്ലാറ്റില് തിരികെയാണ്. കേക്കൊക്കെ മേടിച്ചിട്ട് ഫ്ലാറ്റിലെത്തി. ഇനിയെന്ന് പറയുന്നത് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോണ ഭാഗമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. നിങ്ങളുടെ സപ്പോർട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ 6 years ജേണി എന്ന് പറയുന്നത് സന്തോഷങ്ങൾ മാത്രമായിരുന്നില്ല, സങ്കടങ്ങളും ഉണ്ടായിരുന്നു. കുറേ എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ള ഒരു 6 years ആയിരുന്നു ഞങ്ങളുടെ. എല്ലാവർക്കും അറിയാം, നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് പുറത്തു വന്ന ദമ്പതികളാണ്. ഒരുപാട് ആദ്യമായിട്ട് വന്നുകൊണ്ട് തന്നെ ഒരുപാട് സൈബർ ബുള്ളിങ്ങും ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അതൊക്കെ അറിയുന്നതായിരിക്കും, കാരണം മുമ്പത്തെ വീഡിയോയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 6 years സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും ഒക്കെ അനുഭവിച്ചല്ലേ സോനു? ഒക്കെ അനുഭവിച്ച് നമ്മൾ ഇതുവരെ എത്തിയിരിക്കുകയാണ്. നിങ്ങളും ഞങ്ങളുടെ യാത്രയിൽ ഇതുവരെ ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഈ വേളയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ 2 വീട്ടുകാരുടെയും സപ്പോർട്ട് ആണ്. ആ സപ്പോർട്ടും ഭയങ്കര ഒരു എനർജി ആയിരുന്നു ഞങ്ങൾക്ക് ഇതുവരെ വരാൻ. അതിൽ ഏറ്റവും പ്രത്യേകമായിട്ട് പറയുന്നത് എൻ്റെ അമ്മയുടെ കാര്യമാണ്. സോനുവിന് അതറിയാം, കാരണം അമ്മയായിരുന്നു തുടക്കം മുതൽ ഞങ്ങൾ രണ്ടുപേരും ചേർത്ത് നിർത്തിയ ഒരാള്. അപ്പൊ അമ്മയോടുള്ള നന്ദി എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തീരാത്തതാണ് എൻ്റെ അമ്മയോടുള്ളത്. അപ്പൊ അമ്മ ഇത് കാണുന്നുണ്ടാവും, വീട്ടിലിരുന്നിട്ട് വീഡിയോ കാണുന്നുണ്ടാവും. അപ്പൊ അമ്മ താങ്ക് യു സോ മച്ച് ഞങ്ങള് ചേർത്ത് നിർത്തിയതില്. അപ്പൊ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാൻ പോവാം. കേക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. കേക്ക് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തോട്ടെ. അപ്പൊ എല്ലാരോടും അനുവാദം ചോദിച്ചിട്ട് ഞങ്ങള് കട്ട് ചെയ്യാം. അതെ, എല്ലാവരുടെ ബ്ലെസ്സിങ്സും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഇതുവരെ തന്ന സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്തോട്ടെ? കട്ട് ചെയ്യാണേ. വാ, രണ്ടാമത്തെ കൂടി. ഹാപ്പി ആനിവേഴ്സറിക്ക് എന്താ പാട്ട്? പാട്ടൊന്നും ഇല്ലെന്നോ? നിങ്ങൾ പാട്ട് പാട്. ഹാപ്പി ആനിവേഴ്സറി. നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ എല്ലാവർക്കും കിട്ടിയില്ലേ? കൊറേ കേക്ക് ഉണ്ട്, എല്ലാവരും മതിയോളം കഴിച്ചോട്ടാ. കൊറേ ഉണ്ട് സോനു, നല്ല കേക്കാ. കൊടുത്ത് എല്ലാ പ്രാവശ്യം നീയല്ലേ കേക്ക്. സോനുവിന്റെ പരിപാടിയാണ് കേക്ക് എടുത്തിട്ട് ഞാൻ കൊടുത്തു ഓൾറെഡി. അതെ, അന്ന് ഞാനും കൊടുക്കാം. അപ്പൊ എല്ലാവരും കഴിക്കട്ടോ. നല്ല ടേസ്റ്റ് ഉള്ള കേക്കാണ്. എന്നിട്ട് ഞങ്ങളുടെ സെലിബ്രേഷൻസ് എപ്പോഴും കൊച്ചു സെലിബ്രേഷൻസ് ആണ്. ഞങ്ങൾ അങ്ങനെ വലിയ രീതിയിലൊന്നും ഒരിക്കലും ആഘോഷിക്കാറില്ല. പക്ഷെ ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അപ്പൊ ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരുക. അപ്പൊ നമ്മള് കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. സോനു എന്താ അടുത്ത പരിപാടി? അടുത്ത പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തില്ല, ഇവിടെ ഇരിക്കണ്ടെന്നാ ഏതായാലും ഞാൻ പ്ലാൻ ചെയ്തത്. മുഴുവൻ സോനു തിന്ന് തീർക്കലായിരിക്കും. നല്ല ഷുഗറും വരും. മുഴുവൻ തിന്നൊന്നുമില്ല, ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇനി നമുക്ക് ഇന്ന് ഫുഡൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം കേട്ടോ സോനു. ഇന്നത്തെ ദിവസം ഞങ്ങളൊന്ന് പുറത്തു പോകാനും പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? പുറത്ത് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പുറത്തു പോകാം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞ, എല്ലാ വർഷവും ഈ 6 വർഷത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ആനിവേഴ്സറിയുടെ സമയത്ത് നമ്മൾ മൂന്നാറായിരിക്കും. പക്ഷെ ഈ വർഷം മാത്രം നമ്മളത് മാറി അല്ലേ? അതെ, ഇപ്രാവശ്യം നമ്മൾ പോയില്ല, ചില കാരണങ്ങൾ കൊണ്ട് പോയില്ല. എല്ലാ പ്രാവശ്യം മൂന്നാറാണ് പോവാറ്. ഇപ്രാവശ്യം പോണ്ടാന്ന് വിചാരിച്ചു. ഇവിടെ ഫ്ലാറ്റിൽ തന്നെ നിൽക്കാന്ന് കരുതി. അതും ഒരു സന്തോഷമല്ലേ? നമ്മൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ വേറെ സ്ഥലത്ത് പോണത് നമ്മുടെ ഫ്ലാറ്റില്, ഞങ്ങൾ സ്ഥിരം ജീവിക്കുന്ന ഞങ്ങളുടെ ഫ്ലാറ്റിലും ഒന്ന് ജീവിക്കാം. പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ പുറത്തു പോകുന്നുണ്ട്. നമുക്ക്. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങൾ കുറച്ചു നേരം ഈ കേക്കൊക്കെ എടുത്ത് തിന്നട്ടെ. അധികം തിന്നണ്ട. ഞങ്ങള്
ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല മഴയുണ്ട് പുറത്ത്. അപ്പൊ കുറച്ച് നേരം ഞങ്ങൾ ബാൽക്കണിയിൽ വന്നിട്ട് മഴയൊക്കെ ഇങ്ങനെ കണ്ടു വർത്താനം പറയാണ്. മഴ തോരുമ്പോ നമ്മള് കഴിക്കാൻ വേണ്ടിട്ട് പുറത്തു പോകും. ഞാൻ സോനുവിനോട് പറയാം മഴയത്തൊക്കെ ഒന്ന് ഇറങ്ങി നിന്നാലോ എന്ന്. നമ്മള് മഴയത്ത് ഒന്ന് പുറത്തിറങ്ങി നിന്നാലോ എന്ന് പറയാണ് ഞാന്. നല്ല രസമല്ലേ മഴയുടെ കാര്യം പറയുമ്പോ സോനു പറയും ചെറുപ്പത്തില് മഴയത്തൊക്കെ ഇറങ്ങി നിൽക്കാറുന്നു എന്നൊക്കെ. അപ്പൊ ഇപ്പൊ പറയുമ്പോ കൂട്ടാക്കിട്ടില്ല. എനിക്ക് ചെറുപ്പത്തിലല്ല ഇപ്പോഴും മഴയത്ത് നിൽക്കാൻ ഇഷ്ടമാണ്. പക്ഷെ സോനു നിൽക്കണില്ല. കുറച്ചു നേരം മഴയൊക്കെ നോക്കി ഒന്ന് ആസ്വദിക്കാന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ മഴയും കണ്ടിട്ടൊക്കെ നിൽക്കാൻ. ഈ സമയത്ത് ഏതായാലും ഇപ്പൊ പുറത്തു പോകാൻ പറ്റിയെന്നുണ്ട്. കുറച്ചു ദിവസം തോർന്നു നിന്നായിരുന്നു മഴ, എന്നിട്ട് വീണ്ടും കറക്റ്റ് ഇന്ന് പെയ്തു. മഴയൊക്കെ പെയ്ത് തോർന്നു. മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നു. ഞങ്ങൾ രണ്ടാളും വർത്താനൊക്കെ പറഞ്ഞു നിന്നു. അപ്പൊ മഴയൊക്കെ മാറി നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് ഞങ്ങള്. സോനു നമ്മൾ എവിടെ പോണേ? ഇന്ന് നമ്മള് കാക്കനാട് തന്നെയുള്ള 1947 എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ്. നമ്മള് മുന്നേ റീലും വീഡിയോ ഒക്കെ എടുത്തപ്പോ കാണിച്ചിട്ടുണ്ട് അവിടെ അല്ലേ? അതെ, നമ്മൾ കുറെ പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അമ്മയും ചേച്ചിയും അപ്പൂസും ഒക്കെ ആയിട്ട് നമ്മള് 1947 പോയിട്ടുണ്ട്. നമ്മൾ റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ പേര് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവിടെയാണ് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത്. ലഞ്ച് അവിടെ നിന്നാണെന്ന്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അതെ, ഇനി അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങള് 1947 റെസ്റ്റോറന്റിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു റെസ്റ്റോറന്റ് ആണ്. ഒരുപാട് തവണ നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അല്ലേ, അതിന്റെ അകത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓരോ ഹിസ്റ്ററി, ഇങ്ങനെ ചിത്രങ്ങൾ കുറെ വെച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെയും ജവഹർലാൽ നെഹ്റു, അങ്ങനെ ആ ഹിസ്റ്ററി ഇല്ലേ, അതിങ്ങനെ പല ഇതായിട്ട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ്. അപ്പൊ നമ്മൾ അവിടെ കയറുകയാണ് ഭക്ഷണം കഴിക്കാൻ. പോവാം. സാധാ ചിക്കൻ വേണ്ട, മീൻ മാത്രം. ഞങ്ങളിങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്തു കേട്ടോ. ഉച്ചയായതുകൊണ്ട് ഞാൻ ചട്ടിച്ചോറാണ് പറഞ്ഞേക്കണേ. സാധാ മീനുള്ള ചട്ടിച്ചോറല്ല, ഞാൻ മിക്സ് ആയിട്ടുള്ള ചട്ടിച്ചോറാണ്. മിക്സ് അതിലെല്ലാം ഉണ്ട്. ചിക്കനും ബീഫും മീനും എല്ലാം, ഫിഷും ഒക്കെ കൂടി. ഞാൻ സോനുവിനോട് അത് വാങ്ങിച്ചോളാൻ പറഞ്ഞു. സോനു പറഞ്ഞ ഫിഷിന്റെ മതി. അത് മതി, നമുക്ക് വരുമ്പോ നോക്കാം. ഇവിടെ വരുമ്പോ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് പോലെ ഒരു ഇത് കിട്ടും കേട്ടോ. ഭയങ്കര മധുരമാണ്, നല്ല രസമുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താ മറ്റേ മണമുള്ള സാധനം ഇട്ടിട്ടുണ്ട്. ഇതിന്റെ പേരെന്താ? ഏലക്ക ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഇതുണ്ട്. ഇത് പല ദിവസങ്ങളിൽ പല രീതിയിൽ അവർ തരിക. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ വേറെ രീതിയിലായിരുന്നു, ഇപ്പൊ വേറെ രീതിയില്. വരുമ്പോ തന്നെ അതിങ്ങനെ മനസ്സിലുണ്ടാവും എന്താ കൊണ്ടുവരാത്ത. ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് കിട്ടിയില്ല എന്ന്. അപ്പൊ എത്തി കറക്റ്റ് സമയത്ത്. വന്ന ആദ്യം നോക്കുന്നത് ഇതാ. ഇത് കണ്ടോ, ഇതിന്റെ മേശയുടെ അടിയിലിട്ടാണ്. ഇത് അരകല്ല്, പിന്നെ പണ്ടത്തെ കുടവും ഇതൊക്കെ. ഇതെന്ത് സാധനം? പണ്ടത്തെ സാധനങ്ങളാണ്. ചട്ടിച്ചോറ് എത്തിയിരിക്കുകയാണ്. നമ്മളെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. വിശക്കണമുണ്ട്. അപ്പോൾ അതെ, രണ്ടാളുടെയും ചട്ടിച്ചോറ് എത്തിയിട്ടുണ്ട്. ഒത്തിരി ഇതുണ്ടല്ലോ. അത് മിക്സ് ആയതുകൊണ്ട് എല്ലാം ഉണ്ട്. സോനുവിൻ്റെ ഫിഷ് തിലോപ്പിയാന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു അയിലയാണോ? അയിലയല്ല, അതുകൊണ്ട് അയിലയാണ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. കഴിച്ചോടൊക്കെയാണോ? ചട്ടിക്കത്ത് തന്നെ വെച്ചു. ഇത് വൈകി പോവും, അതുകൊണ്ട് അതിൻ്റെ അടി സൈസാണ്. കറികളൊക്കെ ഇതിൻ്റെത്തേക്ക് പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചാൽ പ്ലേറ്റിലേക്ക്
ഈ വലിയ മീൻ. എന്ത് വലിയ മീനാണ്. മീനുണ്ട്, മുട്ടയുണ്ട്, അവിയലുണ്ട്, ചമ്മന്തിയുണ്ട്, അച്ചാറുണ്ട്, പിന്നെ സാലഡ് പോലത്തെ ഇത് കുറേ ഉണ്ട് കേട്ടോ. ചോറിന്റെ ക്വാണ്ടിറ്റി കുറവാണ്. എനിക്ക് എക്സ്ട്രാ നോക്കി ഇതുണ്ടോ നിനക്ക്? ആ ചിക്കൻ അല്ലേ? ചിക്കൻ അല്ലേ? ചിക്കനോ? ചിക്കനുണ്ട്, ബീഫൊക്കെ ഉണ്ട്. അത് ഞാൻ കുറച്ച് വേണ്ട, ഞാൻ കഴിച്ചോ. അപ്പൊ നീ കഴിക്കട്ടെ, കഴിച്ചിട്ട് കാണാം. കറി വെച്ച് തന്നെ വയറ് അറിയുന്നതല്ല, അത്രയ്ക്കുണ്ട്. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അടിപൊളി ഫുഡായിരുന്നു, വയറൊക്കെ നിറഞ്ഞ്. ഭയങ്കര ഹെവി ആയി. എന്തായാലും ആനിവേഴ്സറി ലഞ്ച് അടിപൊളിയായിരുന്നു. ഞാൻ വളരെ ഹാപ്പി ആയി. സോനു? അയ്യോ, എനിക്ക് സംസാരിക്കാൻ വയ്യാണ്ടായി. ഭയങ്കര ഹെവി ഫുഡായിരുന്നു. നമുക്ക് ഇനി എപ്പോഴെപ്പോഴും ഇവിടെ വരാം. അയ്യോ, എപ്പോഴും വേണ്ട, വല്ലപ്പോഴും മതി ചട്ടി ചോറ് കഴിക്കാം. അപ്പൊ നമുക്ക് ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് അല്ലേ? നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് ഫ്ലാറ്റിൽ പോയിട്ട് കാണാം. ഞങ്ങള് ഞങ്ങളുടെ ഫ്ലാറ്റിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷമായി. ഇനി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ബെഡിൽ ഇങ്ങനെ കിടക്കാൻ പോവാണ്. വേറെ അടുത്ത പരിപാടികൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. മഴയുണ്ട് കുറേശ്ശെ. ഇപ്പം ഞങ്ങൾ വീണ്ടും ഇവിടെ എത്തിയപ്പോൾ മഴക്കാർ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അടുത്ത പരിപാടികൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് അല്ലേ സോനു? അപ്പൊ ഞങ്ങൾ അത് കുറച്ചു നേരം കിടക്കട്ടെ കേട്ടോ. അപ്പൊ കിടന്നിട്ട് ജിമ്മൊക്കെ കാണാം. അതെ, അപ്പൊ കാണാം. ഇപ്പോ സമയം 4 മണിയാവണു. ഞങ്ങള് ഔട്ടിങ്ങിന് ഇറങ്ങുകയാണ്. നമ്മള് മറൈൻ ഡ്രൈവിലാണ് ഇപ്പൊ പോണത്. മറൈൻ ഡ്രൈവിൽ ചെന്നിട്ട് അവിടെ കുറച്ച് നടക്കാം. പിന്നെ എന്താണെങ്കിൽ അവിടെ പോയിട്ട് ഏതാരം പോലെ ഇവിടെ ഫ്ലാറ്റിൽ തന്നെ ഇരിക്കേണ്ടത് വിചാരിച്ചു. അതെ, അപ്പൊ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പൊ നമുക്കിനി മറൈൻ ഡ്രൈവിൽ എത്തിയിട്ട് കാണാം. ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത് അറിയാലോ എല്ലാവർക്കും. നല്ല തിരക്കുള്ള സ്ഥലമാണ്, കുറേ ആൾക്കാരുണ്ട്. വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണ് മറൈൻ ഡ്രൈവ് അല്ലേ സോനു? എനിക്ക് ഇവിടെ എത്തിയപ്പോൾ ഒരു ബോട്ടിൽ കയറാൻ ഒരു ആഗ്രഹം. അതെ, സോനു ഇവിടെ വന്നപ്പോൾ എന്നോട് പറയാം നമുക്ക് ബോട്ടിൽ പോവാം. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിനി ബോട്ടിൽ കയറാൻ പോവാണ് അല്ലേ? ലേശം ഒന്ന് ഒരു 5 മിനിറ്റ് കൂടെ നടന്നിട്ടൊക്കെ പോവാം. നല്ല രസമുണ്ട്. അപ്പൊ നമുക്ക് ബോട്ടിൽ ഇനി പോവാം. ഞങ്ങളങ്ങനെ ഒരു ബോട്ടിൽ കയറിയിട്ടോ, ചുമ്മാ കണ്ടപ്പോ പറഞ്ഞേ പഠിച്ചു കയറിയതാ അല്ലേ? അതെ, കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴോ നമ്മൾ ഒരിക്കൽ വന്നില്ല ഇതുപോലെ. അന്ന് അമ്മയും ചേച്ചീനെ കൂട്ടിക്കൊണ്ടല്ലേ? അതെ, അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ അതേപോലത്തെ ഒരു ബോട്ടിൽ തന്നെ കയറിയിട്ടുള്ളത്. നല്ല രസമാണ്. ഒന്ന് റൗണ്ട് ചെയ്തേച്ച് വരും. എത്ര അരമണിക്കൂർ എന്തോ വന്നോളൂ. അന്ന് ഒരാൾക്ക് എത്ര 150 രൂപ അങ്ങനെ എന്തോ പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ടിൽ ഉണ്ട്. സ്പീഡ് ബോട്ടിൽ കയറണമെന്ന് ചോദിച്ചപ്പോൾ സോനു വേണ്ടാന്ന് പറഞ്ഞു. സോനുവിന് ഇങ്ങനെ ആൾക്കാരൊക്കെ കുറെ ഉള്ള ബോട്ട് ഇഷ്ടം എന്ന് പറഞ്ഞു. 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ കയറണ്ടാന്ന് വിചാരിച്ചു. സ്പീഡ് ബോട്ടിൽ കയറണ്ടാന്ന് വിചാരിച്ചു. ഇതിൽ കയറണമെന്ന് വിചാരിച്ചു. അരമണിക്കൂർ ജേണി നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ടോ. ഇവിടെ ഉള്ളവർക്ക് നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ ഒന്ന് കറങ്ങി വരുമ്പോൾ ഒരു നല്ല രസമുണ്ട് അല്ലേ? അതെ, നല്ലൊരു ഫീലിംഗ്. റിലാക്സായി, വളരെയധികം സന്തോഷം. അപ്പോൾ നമ്മളഞ്ഞി ഇറങ്ങുകയാണ്, ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി അങ്ങോട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. പോകുമ്പോൾ കഴിച്ചിട്ട് പോവാം. ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി. അപ്പോൾ നമ്മൾ വൈകിട്ടൊക്കെയുള്ള ഡിന്നർ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നു. ഇനി പുറത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. കുറെ കറങ്ങിയൊക്കെ ചെയ്തതല്ലേ. അപ്പൊ വരുമ്പോ നമ്മൾ വാങ്ങിച്ചത് ഇടിയപ്പവും ചിക്കൻ കറിയും വാങ്ങിച്ചു. സോനു
കഴിച്ചാലോ? നമുക്കിനി കഴിക്കാൻ കഴിച്ചു കഴിഞ്ഞിട്ട് കൂടുതൽ സംസാരിക്കാം. കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ഇനി ഇത് അവസാനിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ഈ 6 years ജേർണി ഒക്കെ അതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം. അപ്പൊ നമ്മളിപ്പോ കഴിക്കാൻ പോവാണ്. ലേശിട്ടാ മതി, കുറച്ച് ഗ്രേവി മതി മതി. ഞാൻ എടുത്തോ, വലിയ കഷ്ണമായിരിക്കും. വ്ളോഗിൽ നമ്മൾ കൂടുതലും ഭക്ഷണം കഴിക്കണമായിരിക്കും കാണിച്ചേക്കാൻ. അല്ല, ഭക്ഷണം പ്രാധാന്യമുള്ള കാര്യമാണ്. അല്ലെ, അറ്റ്ലീസ്റ്റ് എനിക്ക് നല്ല പ്രാധാന്യമുള്ള കാര്യം ഭക്ഷണം. കൂടുതൽ ഭക്ഷണം ഒന്നും കഴിക്കില്ല, എല്ലാരും കഴിക്കണ പോലെ 3 നേരം ഭക്ഷണം കഴിക്കണം, അത്രേ ഉള്ളൂ അല്ലേ? അയ്യോ എനിക്ക് വേണ്ട. കഴിച്ചോ? ഇത്ര ഞാൻ കഴിക്കില്ല. കഴിച്ചോ? കുറച്ചെങ്കിലും എടുത്തു. ഞാൻ ഇപ്പൊ കഴിച്ചോ അത് പിന്നെ മതി മതി കഴിക്കാം. കഴിക്കട്ടെ. അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഞങ്ങള് ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ ബെഡ്റൂമിൽ എത്തിയിരിക്കുകയാണ്. ടൈം ഓൾമോസ്റ്റ് 10:30 ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി നിങ്ങളോട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് എടുക്കും. അപ്പോൾ ഈ 6 years ജേണി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ജേണി ഒന്നും ആയിരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച്. ഒരുപാട് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ജേണി ആയിരുന്നു. ഒരുപാട് സന്തോഷങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് സ്ട്രോങ് ആവുന്നതിൻ്റെയും ഒക്കെ സന്തോഷം ഉണ്ടായിരുന്നു. എന്നാലും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. ഇപ്പം ആദ്യമായിട്ട് ഞങ്ങൾ പുറത്തു വന്ന സമയത്തായാലും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഫാമിലിയിൽ നിന്നുള്ളൊരു എതിർപ്പുണ്ടായിരുന്നു. അമ്മ കുറച്ച് അടുപ്പിച്ച് നിർത്തി ഞങ്ങളെ. എന്നിരുന്നാൽ പോലും സമൂഹത്തിന്റെ ഭാഗത്തുനിന്നായാലും ബന്ധുക്കളുടെ ഭാഗത്തുനിന്നായാലും എല്ലായിടത്തുനിന്നും വലിയൊരു എതിർപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് പുറത്തു വന്ന സമയത്ത് ആദ്യമായിട്ട് പുറത്തു പറഞ്ഞൊരു ദമ്പതികൾ എന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ലേബൽ തന്നെ. അപ്പൊ ആദ്യമായിട്ട് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ മനസ്സിലാവും എത്രത്തോളം സൈബർ അറ്റാക്കും, എത്രത്തോളം കുറെ ദിവസങ്ങൾ ഞങ്ങൾ ഉറങ്ങാൻ പറ്റാതെ ഞാനും സോനുവും ഈ കട്ടിലിൽ ഇങ്ങനെ കിടന്നിട്ടുണ്ട്, കണ്ണടയ്ക്കാൻ പറ്റാതെ. കാരണം അത്രയധികം സൈബർ അറ്റാക്കും വീട്ടുകാരുടെ വിഷമങ്ങളും നമുക്ക് വേണ്ട സിബിലിങ്സ് അവർ മിണ്ടാതിരിക്കലും അല്ലെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുന്നതിലും ഒക്കെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞ് എനിക്കും സോനുവിനും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ സൈബർ അറ്റാക്കിന്റെ അത്രയൊന്നും വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അത്രയ്ക്കും അധികം അറ്റാക്ക് തുടക്കത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആദ്യമായിട്ട് പുറത്തു വന്ന ദമ്പതികളായതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപാട് അറ്റാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഞങ്ങൾ മറികടന്ന് മുന്നോട്ട് വന്നു. ആദ്യം ഉണ്ടായിരുന്ന എതിർപ്പുകളൊക്കെ പിന്നീട് വർഷങ്ങൾ കഴിയും തോറും കുറഞ്ഞ് വന്ന് ഇപ്പൊ ഞങ്ങൾ വന്ന് നിൽക്കുമ്പോ ഇപ്പൊ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. വളരെയധികം എതിർപ്പുകളുടെ എണ്ണം വളരെ ചുരുങ്ങിയിരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുന്നതിന്റെ എണ്ണം വളരെ കൂടിയിരിക്കുന്നു. അപ്പൊ അതൊരു സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ച്. കാരണം ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു. ഗേ കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, സ്നേഹമാണ് അതിൽ മെയിനായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെയായിരിക്കണം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സപ്പോർട്ട് വളരെയധികം മുകളിലേക്ക് വർദ്ധിച്ചു വന്നത്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എന്താ സോനു, നമ്മള് വേറെ എന്താ പറയാനുള്ളത്? പിന്നെ അതില് പിന്നീട് നമ്മളെ വീട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ഞങ്ങളെ എന്നും കൂടെ നിർത്തിയിട്ടുണ്ട്. അതെ, തുടക്കത്തിൽ തൊട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ കുറെ പേരുണ്ട്. പിന്നെ പുതിയതായിട്ട് വരുന്നവരുണ്ട്, പുതിയതായിട്ട് ഓരോ ദിവസം വരുന്നവരും ഉണ്ട് കേട്ടോ. എല്ലാരെയും ഉൾപ്പെടുത്തി പറഞ്ഞു. അതെ, എല്ലാവരും
എല്ലാവരും ഉൾപ്പെടുത്തി പറയാം, അവരോട് നന്ദി പറയുകയാണ്. നിങ്ങൾ തന്ന സപ്പോർട്ടാണ് ഞങ്ങളെ ഇതുവരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. പിന്നെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ 2000 സമയത്തൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സ് അല്ലെങ്കിൽ ഞാൻ കൗമാരഘട്ടത്തിൽ എത്തുന്ന സമയമാണ് 2000 ഇയർ, ആ കാലഘട്ടങ്ങളൊക്കെ. അന്നൊക്കെ എനിക്ക് ഇപ്പൊ ഞാൻ ഒരു പ്രേമഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ആ സമയത്തൊക്കെ ഒരുപാട് പേടിച്ചിട്ടുണ്ട്. കാരണം ഇത് പുറത്തു പറയാൻ പറ്റില്ലായിരുന്നു ഒന്നും. ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വലിയൊരു ക്രൈമായിട്ട് ഇരിക്കുന്ന കാലഘട്ടമാണത്. അത് കഴിഞ്ഞ് പിന്നെ 2008, 2013 ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഓരോ വർഷങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. 2013 കഴിഞ്ഞ് 2018 നമ്മുടെ സുപ്രീം കോടതി നിർണായക ജഡ്ജ്മെന്റ് സെക്ഷൻ 377 ജഡ്ജ്മെന്റ് വന്നത്. അതുവരെ ഇത് ക്രിമിനലൈസ് ആയിട്ട് ഇരുന്ന ഒരു സാധനം ക്രിമിനലൈസ് അല്ല ഇത്തരം ബന്ധങ്ങള്. അവര് ആ രീതിയിൽ ലീഗൽ എന്നുള്ള രീതിയിലേക്ക് അത് വരുന്നു. അപ്പൊ അത് ആ കാലഘട്ടം വരെയുള്ള, അതായത് 2000, 2010 അല്ലെങ്കിൽ 2015 അല്ലെങ്കിൽ 2018 വരെയൊക്കെയുള്ള കാലഘട്ടങ്ങളിലൂടെ വന്ന ആൾക്കാര് അവർ കടന്നു പോയിട്ടുള്ള മാനസിക സമ്മർദ്ദങ്ങളുണ്ടല്ലോ ഭയങ്കര കൂടുതലാണ്. അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയാവുന്ന. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കുറച്ചെങ്കിലും പേര് ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ തന്നെയല്ലേ നിങ്ങളും അനുഭവിച്ചത് പറയാറുണ്ട്. അതൊരിക്കലും പറയരുത്. കാരണം നിങ്ങൾ സാധാരണ ആൾക്കാർ, എല്ലാ മനുഷ്യരുടെയും ഓരോ സ്റ്റോറികളാണ്. എല്ലാവർക്കും പല ദുഃഖങ്ങളും ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാരുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നതിനേക്കാൾ ഒരു പൊടി മുകളിലാണ്. കാരണം ഇതിനെ എനിക്കെങ്ങനെ ഉപമിക്കേണ്ടതെന്നൊന്നും എനിക്കറിയുന്നില്ല കൃത്യമായിട്ട്. എന്നാലും ഇത് കടന്നു പോയിട്ടുള്ളത്, ഇത് നമ്മുടെ ഐഡന്റിറ്റി, ഇത് വളരെ നാച്ചുറൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു സാധനത്തിനെ ഇത് ക്രിമിനലാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ഇതുണ്ട്. നമ്മൾ തന്നെ തെറ്റാണോ, നമ്മൾ എന്താണ് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നിരന്തരം ഇങ്ങനെ നമ്മൾ അലട്ടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ അത് അനുഭവിച്ചിട്ടാണ് ഈ 1990s 2000 അതിനു മുമ്പുള്ള ആൾക്കാർ പിന്നെ ഇത് മിണ്ടാനേ പാടില്ലായിരുന്നു. അപ്പൊ അവര് ഏത് മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഈ 1990s മുതലുള്ള കാര്യം ഞാൻ പറയുന്നത്, 1990s 2000 അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ആൾക്കാര് 2018 വരെയൊക്കെ കടന്നു പോയിട്ടുള്ളൂ. ഭയങ്കര ടഫ് സ്റ്റേജ് ആണത്. അത് നമുക്ക് വേറെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഇപ്പൊ ഞാൻ അറിയുന്ന ആൾക്കാരിൽ കിഷോറേട്ടനൊക്കെ ആയിരുന്നു എന്നേക്കാളും പ്രായത്തില് മുതിർന്ന ആൾക്കാരില് വിവാഹം കഴിക്കാതെ വീട്ടിലൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന ആള്. പക്ഷെ പുള്ളിക്കാരൻ കുറച്ച് നാൾ മുമ്പ് ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ ചെയ്തതിന്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നത് പുള്ളിക്കാരൻ ആ ചെറുപ്പത്തിലേ ആ ഒരു ട്രോമ അത് എടുത്തതിന്റെ ഫലമായിട്ടാണ് പുള്ളിക്കാരൻ എന്തോ ഇത് വന്നിട്ട് അവസാനം അത് കയ്യിൽ നിന്ന് പോയതാണെന്നാണ് ഞാൻ വിശ്വസിക്കണത്. അപ്പൊ അവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അതേതിലൂടെ തന്നെയാണ് ഞാനും വന്നത്. ആ 2000-ലും 2008-ലും 2010-ലും ഒക്കെ എന്റെ മനസ്സിലൂടെ പോയത് ഞാൻ ഇപ്പോഴും നെഞ്ഞു നീർ തന്നെ ആലോചിക്കുന്നത്. പക്ഷെ എനിക്ക് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം എന്താണെന്നറിയോ, ഞങ്ങൾ അനുഭവിച്ച ആ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇപ്പൊ വരുന്ന ഗേ ലെസ്ബിയൻ ആൾക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. ഇപ്പൊ യങ് ആയിട്ട് വരുന്ന കമ്മിങ് ഔട്ട് ചെയ്തിട്ടുള്ള ലെസ്ബിയൻ കപ്പിളാവട്ടെ ഗേ കപ്പിളാവട്ടെ അവർക്കൊന്നും ഈ പറഞ്ഞത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാരണം 2018 ഈ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എല്ലാ കപ്പിൾസും തന്നെ ഇത് അംഗീകരിച്ചതിന്റെ ശേഷമാണ് അവർ കമ്മിങ് ഔട്ട് നടത്തുന്നത്. ഞങ്ങൾ അതിന് മുമ്പ് കമ്മിങ് ഔട്ട് ചെയ്ത ആൾക്കാരാണ്. ഇത് അംഗീകരിച്ചതിന്റെ ശേഷം, അതായത് ഇതൊരു കുറ്റകരമല്ല എന്ന് പറഞ്ഞതിന്റെ ശേഷം കമ്മിങ് ഔട്ട് ചെയ്ത് വരുന്നവർക്ക് അത് ഈസിയാണ്, അത് വളരെ ഈസിയാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ജേണി എന്ന് പറയുന്നത് ഭയങ്കര ടഫായിരുന്നു. ആ ടഫായിട്ടുള്ള ജേണി ഞങ്ങള് ചാടിക്കടന്നു, ഇതുവരെ എത്തി. സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ ഈ മാറ്റങ്ങൾ കാണുമ്പോൾ ഇപ്പൊ കുറെ ഗേ കപ്പിൾസും ലെസ്ബിയൻ കപ്പിൾസും ഒക്കെ കമ്മിങ് ഔട്ട് ചെയ്തു വരുന്നുണ്ട്. കുറെ പേര് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാറുമുണ്ട്, ചേട്ടാ നിങ്ങളാണ് ഞങ്ങൾക്ക്
കമ്മിങ് ഔട്ട് ചെയ്ത് വരാൻ പ്രേരണയായത് അമ്മയ്ക്ക് അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പോൾ സന്തോഷമായി എന്ന് വെച്ചാൽ അവർ പയ്യെ പയ്യെ ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം കുറച്ചെങ്കിലും പേർക്ക് നമുക്കൊരു നമ്മളെപ്പോലെയുള്ളവർക്ക് വഴികാട്ടിയാവാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. കാരണം ഇത് അറിയാലോ, നമ്മുടെ പോപ്പുലേഷനിൽ ഒരു ചെറിയ ശതമാനമാണ് ഗേ ലെസ്ബിയൻ ആൾക്കാർ അല്ലെങ്കിൽ LGBTIQ+ ആൾക്കാർ, അല്ലാതെ വലിയ ശതമാനം ആൾക്കാരൊന്നുമില്ല. അപ്പൊ അങ്ങനെ ജനിക്കുന്ന ആൾക്കാർക്ക് അവരെ ഇഷ്ടപ്പെടുന്ന പോലെ അവരെന്താണോ അങ്ങനെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവണമെന്ന് മാത്രമാണ് നമ്മൾ എവിടെയും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒന്നും നമ്മള് ഒരു ഇന്റർവ്യൂസിലും നമ്മൾ പറയാറില്ല. അതെ, ശരിയാ. പിന്നെ പലരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നൊക്കെ. വേറെ ഒന്നുമില്ല, കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. അതായത് ഗേ ആയിട്ടുള്ള ഒരാൾ ചെന്ന് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക, ഗേ ആയിട്ടുള്ള ആളുടെ കൂടെ ജീവിക്കുക, അതാണ് പറയുന്നത്. ഈ പറയുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു പെങ്ങളുണ്ടെങ്കിൽ ഗേ ആയിട്ടുള്ള ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയോ? ഞാനിതൊന്നും മൈൻഡ് കൊടുക്കാറില്ല, ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഗേ ലെസ്ബിയൻ ആൾക്കാരിൽ തന്നെ ഇപ്പൊ സിംഗിൾ ആയിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ അവര് സിംഗിൾ ആയിട്ട് ജീവിക്കുക. പിന്നെ മാരേജ് ചെയ്തിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് അവരുടെ അവകാശമാണ്, അത് നിഷേധിക്കാൻ പാടില്ല. അത് എന്തായാലും കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നാളെ അത് ആ അവകാശം വരും, തീർച്ചയായിട്ടും വരും. ഒരുമിച്ച് ജീവിക്കാനുള്ള, അത് ആരെ പാർട്ട്ണർ ആക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അതിലേക്ക് വേറൊരാൾക്ക് കൈ കടത്താനുള്ള അവകാശമില്ല. ഈവൻ പാരന്റ്സിനെ പോലും. ജനിപ്പിച്ചു എന്നുള്ളതിന്റെ അർത്ഥം അവര് പറയുന്ന മുഴുവൻ കേട്ട് ജീവിക്കണം എന്നല്ല. അവര് ജനിപ്പിച്ചു, നമ്മൾ ജനിച്ചു. പക്ഷെ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ വളർന്നു കഴിഞ്ഞാൽ ആരുടെ കൂടെ ജീവിക്കണം, എന്താവണം എന്നൊക്കെ ഉള്ളത് മക്കളുടെ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ മക്കൾക്കും മാതാപിതാക്കളുടെ ഒരു കടമയുണ്ട്. അതായത് അവര് വേണ്ട രീതി ചെലവിൽ കൊടുക്കുക, നോക്കുക. അതാണ് അതെ, അവരെ സംരക്ഷിക്കുക എന്നുള്ളത് മക്കളുടെ കടമയാണ്. അതില്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഞാനും സോനും എവിടെയും പറയില്ല. പാരന്റ്സിനെ നമ്മൾ സംരക്ഷിക്കണം. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവരെ സംരക്ഷിക്കണം എന്ന് പറയുന്നതോട് ഞങ്ങൾക്ക് ഒരിക്കലും യോജിപ്പില്ല. ഞങ്ങൾ അങ്ങനെ ആരോടും പറയാറുമില്ല. പിന്നെ വേറെ നമുക്ക് എന്താ പറയാനുള്ള സോനു? വേറെ മിക്ക കാര്യങ്ങളും നമ്മള് എല്ലാ വർഷത്തെ വീഡിയോയിലും ഇങ്ങനെ പറയണതാണ് അല്ലേ. എന്തായാലും ഞങ്ങളുടെ ജീവിതം എടുക്കുമ്പോൾ ഞങ്ങൾ ഈ 6 years സന്തോഷം ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു, ചിരി ഉണ്ടായിരുന്നു, കരച്ചിലുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് ഷെയർ ചെയ്ത് സന്തോഷമായിട്ട് തന്നെ പോയി. അതന്നെ. പിന്നെ നമ്മൾ വീഡിയോ കൂടെ കൂടുതൽ ഹാപ്പിനെസ് ആയിരിക്കും കാണിക്കണേ. അതുകൊണ്ട് ഹാപ്പിനെസ് മാത്രമല്ല കേട്ടോ എപ്പോഴും ഉള്ളത്, ഒത്തിരി വിഷമങ്ങളും ഉണ്ട് അല്ലേ. അതെ, ഒരുപാട് വിഷമങ്ങൾ. പിന്നെ അതല്ല, ഞങ്ങള് ചില ആൾക്കാരൊക്കെ യൂട്യൂബിലെല്ലാം പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ കാശാക്കാറുണ്ട്. ഞങ്ങൾ പിന്നെ അങ്ങനെ ചെയ്യാറില്ല എല്ലാം അല്ലേ. അതെ. ഞാൻ എന്തോ പറയാൻ വേണ്ടി അതിന്റെ ഇടയ്ക്ക് വന്നു. എന്തോന്നു ഞാനിങ്ങനെ പറഞ്ഞു വന്നു. പിന്നെ പറയാൻ വന്നത് ഇതാണ്, ഞങ്ങൾ ഫാമിലി ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 ആൾക്കാർ. അപ്പൊ ഫാമിലിയിൽ ഉണ്ടാവുന്ന വിഷമങ്ങളും ഞങ്ങളെ ബാധിക്കാറുണ്ട്. അവരുടെ ഇപ്പൊ എന്റെ ചേച്ചിക്ക് എന്തെങ്കിലും ഫാമിലി റിലേറ്റഡ് ആയിട്ട് ഒക്കെ സംഭവിക്കുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട്. എനിക്ക് 2 ചേച്ചിമാരുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ അവരുടെ വീട്ടില് അവരുടെ മക്കൾക്ക്, അതുപോലെ സോനുവിന്റെ അനിയന്റെ വൈഫ്, അമ്മച്ചി, അച്ചായി, എൻ്റെ അമ്മ, അപ്പൊ അവർക്കൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിലൊക്കെ ഇൻവോൾവ് ആണ്. എല്ലാവരെയും ഞങ്ങൾ നോക്കാറുണ്ട്, എല്ലാവരുടെ കാര്യത്തിലും കേൾക്കാറുണ്ട്, ഞങ്ങൾക്ക് പറ്റുന്ന പോലെ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ പല വിഷമങ്ങൾ വരുമ്പോ ഒക്കെ ഞങ്ങളെ ബാധിക്കാറുണ്ട്. പിന്നെ ആദ്യമൊക്കെയാണ് ഞങ്ങളുടെ സമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെ ബാധിച്ചിരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് അത് വിഷയമല്ല. മാത്രമല്ല, ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ നല്ല രീതിയിലാണ് ഇപ്പൊ ബിഹേവ് ചെയ്യുന്നത്. അതൊരു സത്യമാണ്. കാരണം എന്താണെന്നറിയില്ല, ഞങ്ങളോട് വളരെ നല്ല രീതിയിൽ പല കപ്പിൾസും വന്നിട്ട് മോശമായിട്ടൊക്കെ പലതും പറയുമ്പോഴും ഞങ്ങൾക്ക് ഒരുവിധമൊക്കെ നല്ല ഇതാണ് ഉണ്ടാവാറ്. പലരും, മുക്കാഭാഗം ആൾക്കാരും ഞങ്ങളോട് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഞങ്ങൾ അതുപോലെ കാണിക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. കാരണം ആരെയും വെറുതെ ചൊറിയുന്ന ഒരു സ്വഭാവം ഞങ്ങൾക്കില്ല. എല്ലാവരോടും മാന്യമായിട്ട് നിൽക്കുക എന്നുള്ളത് ഇതുവരെ കാണിച്ചു. പിന്നെ ഞങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് അതിലും വൃത്തികെട്ട രീതിയിൽ പെരുമാറിയോട് മാത്രമാണ്. ഞങ്ങൾ മാക്സിമം പോട്ടെ എന്നുള്ള രീതി വിടുന്ന ആൾക്കാരാണ്. അതെ, വളരെ മോശമായിട്ട് ഞങ്ങളോട്. അത് പിന്നെ മുമ്പ് പലർക്കും അറിയാം, ഇതിന് മുമ്പ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഇടയ്ക്ക് ആരോ ഒരു കമന്റ് ഇട്ടായിരുന്നു, നികേഷ് ഏട്ടൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ട്, നികേഷ് ഏട്ടൻ എപ്പോഴും ചിരിയല്ലാട്ടോ, ആള് കലിപ്പനാണെന്ന് പറഞ്ഞിട്ട് ആരോ കമന്റ് ഇട്ടു. അത് ശരി തന്നെയാണ്, കലിപ്പനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ കലിപ്പനാവും.
പക്ഷെ അല്ലാത്തോടത്തൊക്കെ നികേഷ് ചേട്ടൻ സ്നേഹിച്ചും ചിരിച്ചും ഒക്കെ തന്നെ നിൽക്കാറുള്ളൂ. സോനു അതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മളെ അങ്ങനെ ഒരു സംഭവം കുറെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ശരിക്കും വാച്ച് ചെയ്യുന്നവർക്ക് അത് അറിയാൻ പറ്റും, നമ്മുടെ വീഡിയോസും ഒക്കെ. അപ്പൊ ആ ആളെ നമ്മൾ ശരിക്കും ആക്കിയിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തുനിന്ന് ഇവിടേക്ക് എത്തിച്ച് നമ്മുടെ കാല് പിടിച്ചിട്ടാണ് അവൻ പിന്നെ പോയത് തിരിച്ച്. അവനും ചിലപ്പോൾ അത് കാണണ്ടാവും. അപ്പൊ അതങ്ങനെ, അപ്പൊ അത് ആ രീതിയിലൊക്കെ വരുമ്പോഴാണ്. പക്ഷെ അല്ലാത്തോടത്തൊക്കെ തന്നെ എവിടെ പോയാലും ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ പോയപ്പോ എത്രയോ ആൾക്കാർ നമ്മളോട് സോനു നികേഷ് ചേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓടി വരുന്നു, സംസാരിക്കുന്നു. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. നമ്മളും വളരെ സ്നേഹത്തോടെ തന്നെയാണ് എല്ലാവരോടും നിൽക്കാറ്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ജേർണി ആയിരുന്നു, അങ്ങനെ തന്നെ വേണം പറയാൻ. ഈ 6 ഇയേഴ്സും വളരെ മനോഹരമായിരുന്നു. കുറെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും രണ്ടുപേരും എനിക്ക് താങ്ങായിട്ട് സോനുവിന് താങ്ങായിട്ട് ഞാനും നിന്നിരുന്നു. അത് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. കാരണം സോനു ഇല്ലാതെ ഇപ്പൊ എനിക്കും നീങ്ങാൻ പറ്റില്ല. ഓരോ ദിവസം നീക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ ഇല്ലാതെ സോനുവിന് നീങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ സോനു ഇടയ്ക്ക് ഞാനില്ലാതെ വീട്ടിൽ ചെല്ലുമ്പോൾ സോനുവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മച്ചീനോട് പറയും, നികേഷ് ഇല്ലാത്ത കാരണം സോനുവിന് ഒരു സുഖവും ഇല്ല, സോനു സംസാരിക്കണേ ഇല്ല. നികേഷ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചിരിയും കളിയും മൊബൈല് എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെയാണ് അമ്മച്ചി പറയും. സെയിം എന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ വല്ലപ്പോഴൊക്കെയാണ് ഒരു ദിവസമൊക്കെ ഒന്ന് മാറി നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകുമ്പോ. അപ്പൊ അങ്ങനെ അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ പോയി ഈ 6 ഇയേഴ്സ്. ഇനിയും ഒരുപാട് വർഷങ്ങള് നമുക്കിതുപോലെ പോവും. അത് ഞങ്ങൾക്ക് അറിയാം. അതിന് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് പിന്നെ ഹെട്രോസെക്ഷൽ ആൾക്കാർ പോലെ കുട്ടികളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ ഒരു പെറ്റ് ഒരു നായനെ മേടിക്കണം എന്നൊക്കെ കുറെ വിചാരിക്കണം. പിന്നെ ഇവിടെ സ്പേസ് കുറവല്ലേ. ഇതിനെയാണെങ്കിൽ വൃത്തി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാ. മണം പാടില്ല, നായയുടെ ഈ പൂടെ ഒന്നും വിടാൻ പാടില്ല. അതുകൊണ്ട് എത്ര പറഞ്ഞിട്ട് നായ പിന്നെ മേടിക്കുന്നില്ല. കുറച്ചും കൂടി വലിയ ഫ്ലാറ്റ് ആവട്ടെ അപ്പൊ മേടിക്കാന്നാ പറയണത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ആവണമെന്നുണ്ട്, പെറ്റോ എന്തെങ്കിലുമൊക്കെ. പിന്നെ ഇപ്പൊ കുട്ടികളെ എടുക്കണ കാര്യം അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ സുപ്രീം കോടതി ഒന്നും തന്നിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ 10-ാം തീയതി വീണ്ടും അത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അന്നത്തെ ജഡ്ജ്മെന്റ് വീണ്ടും റിവ്യൂ ചെയ്യുന്നുണ്ട് ജൂലൈ 10-ാം തീയതി. അപ്പൊ എന്ത് വരുന്നു നമുക്ക് അറിയില്ല. ഞങ്ങൾക്ക് എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. കാരണം ചിലപ്പോ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിലപ്പോൾ ഡിസപ്പോയിന്റഡ് ആവും. വിധി എതിരായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷമാവും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ വിധി വന്നപ്പോൾ കുറച്ച് വിഷമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നും പ്രതീക്ഷിച്ചിട്ടിരിക്കണമൊന്നുമില്ല. പക്ഷെ ഇത് സത്യമായിട്ട് നമുക്ക് തരേണ്ട അവകാശങ്ങളാണ്. നമുക്ക് സത്യമായിട്ട് കിട്ടേണ്ട അവകാശങ്ങൾ എന്തെങ്കിലും ഒക്കെ ജയിക്കും, അല്ലേ? എക്കാലും ആർക്കും കൊടുക്കേണ്ട അവകാശങ്ങൾ മൂടി വെക്കാൻ പറ്റത്തില്ല. കുറച്ച് കാലങ്ങൾ ഇങ്ങനെ പോവായിരിക്കാം. അല്ലെങ്കിൽ സോനു നികേഷൊക്കെ മണ്ണിന്റെ അടിയിൽ പോവും. അപ്പോഴും വേറൊരു സോനു നികേഷും കയറി വരും. അതങ്ങനെയാണ് ലോകം, അല്ലേ? അപ്പോ എപ്പോഴെങ്കിലുമൊക്കെ അവകാശങ്ങൾ വരും. എന്നാലും നമ്മുടെ ജീവിതവും നമുക്ക് ഈ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. അപ്പൊ ആ ജീവിക്കുമ്പോ നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങൾ ഞങ്ങൾക്കും ലൈഫിലൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ കാണാം. നിങ്ങൾക്കും സജഷൻസ് ഒക്കെ പങ്കുവെക്കാം. എങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് കുറേയും കൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുക എന്നൊക്കെയുള്ള കമന്റ്സ് നിങ്ങൾക്കും ഇടാം. നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്, ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. ഞങ്ങളെ വെറുക്കുന്ന കുറച്ച് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് കാണുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന കുറച്ച് ആൾക്കാർ ഇതിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അവരൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഒരുപാട് സ്നേഹമാണ്. പിന്നെ വെറുക്കുന്ന ആൾക്കാരോട് ഒന്നും പറയാനില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറെ ശത്രുക്കള് കയറി നോക്കുന്നുണ്ട്. കുറെ റിലീജിയസ് ആൾക്കാരൊക്കെ ഇതിനെ എതിർക്കുന്ന ഹോമോഫോബിക് ആൾക്കാരൊക്കെ കുറെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങള് പൊതുവെ അങ്ങനെയുള്ളവർക്കൊന്നും എന്താ പറയാ, പേപ്പറ്റി പോകുമ്പോ നമ്മള് മൈൻഡ് ചെയ്യും. അതുപോലെ തന്നെ അതെ, അവര് പിരിഞ്ഞോ എന്നൊക്കെ വന്നിട്ട് എപ്പോഴും നോക്കണ ആൾക്കാർ. ചിലപ്പോ ഞങ്ങള് വീഡിയോ ഇടാതിരിക്കുമ്പോ ചിലവരൊന്നും ചോദിക്കുക, ഇപ്പൊ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ, നിങ്ങൾ പിരിഞ്ഞു എന്ന് അറിയാൻ വേണ്ടി വന്നു. അതെ, അപ്പൊ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളിവിടെ വെച്ചിട്ട് നിർത്തുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.